ലാൽ സലാം മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം 24-ാം ദിനത്തിലെത്തിയിരിക്കുകയാണ്. ഈ 24-ാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു. ഇന്നലെ ഈവനിംഗ് ഷോസൊക്കെ നമ്മളൊരു വീഡിയോയിലൂടെ കാണിച്ചിരുന്നു. അത്യാവശ്യം നല്ല തിരക്കോട് കൂടി പോകുന്നു. ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്നുള്ള ലേറ്റ് നൈറ്റ് ഷോസുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. 23-ാം ദിനത്തിലെ കളക്ഷനിലേക്ക് വരുമ്പോൾ ഫൈനലായി വന്നിരിക്കുന്നത് സിനിമയ്ക്ക് 25 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. 371ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 15,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് പുറത്തു പറയുന്നു. അങ്ങനെ സിനിമ ഏകദേശം 42 ലക്ഷം രൂപയോളമാണ് ഇന്നലെയും കളക്ഷനായി വന്നത്. സിനിമ ഇതിനോടകം തന്നെ വേൾഡ് വൈഡായിട്ട് 80 കോടിക്ക് ലക്ഷ്യം വെക്കുകയാണ്. 74.5 കോടി സിനിമ കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 39.5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഇന്നത്തോടെ അത് 40 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇവിടെ ഒരു കാര്യം കാണാൻ കഴിയുന്നു. സിനിമയ്ക്ക് ഇന്നലെ നല്ല ലെവലിലുള്ള ഒരു പെർസെൻറ്റേജാണ് ആളുകൾ കയറിയിരിക്കുന്നത്. ഏകദേശം 371 ഷോയിൽ 19% ആളുകൾ കയറിയിരുന്നത്. അതായത് കഴിഞ്ഞ വീക്കെൻഡിനേക്കാളും കൂടുതലാണ്. ഇന്നും നല്ല ലെവലിലുള്ള തിരക്ക് ഉണ്ടാകാനുള്ള ചാൻസുകളേറെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ബുക്ക് മൈ ഷോ ഒക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ല ബുക്കിംഗ് നടന്നതായിട്ട് കാണാനും കഴിയുന്നുണ്ട്. എന്നാൽ ഒരു ലോങ് റൺ തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ദിവസം കൂടി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ 80 കോടിയിലേക്ക് വേൾഡ് വൈഡായിട്ട് എത്തുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടിയും കടന്ന് സിനിമ ചരിത്രം കുറിക്കുമെന്നുള്ളതും പ്രതീക്ഷിക്കാം. എന്തായാലും മോഹൻലാലിൻ്റെ ഈ ഒരു ചിത്രം നമ്മളേവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രമായി മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ലാത്ത ഈ ഒരു സിനിമ പക്ഷേ ആളുകളെ പിടിച്ചിരുത്തുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.